Dear students, very good morning all. All are welcome to Cost and Management Accounting first classroom. Fourth semester BBA core paper ആണ് Cost and Management Accounting. Purely problem based chapters ആണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എക്സാമിന് 70% പ്രോബ്ലംസും 30% തിയറിയുമാണ് പ്രൊപ്പോഷൻ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന പാർട്ടും അതുപോലെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു പാർട്ടുമാണ് ഈ സിലബസിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രോബ്ലം പേപ്പർ പഠിക്കുന്ന സമയം എന്താണ് അതിൻ്റെ യൂസസ്, ഇത് എവിടെയാണ് അപ്ലൈ ചെയ്യുക, ഈ ഒരു ടോപ്പിക് പഠിച്ചത് കൊണ്ട് ഒരു കൊമേഴ്സ് ഗ്രാജുവേഷന് എന്ത് ബെനിഫിറ്റാണ് ഉള്ളത് എന്ന് അറിഞ്ഞു വേണം പഠിക്കാൻ. അപ്പോൾ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു സിമ്പിൾ പേപ്പറാണ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഇപ്പോൾ ബികോം ബാച്ചിലെ സ്റ്റുഡൻസ് കോസ്റ്റ് അക്കൗണ്ടിങ് ഒരു സെപ്പറേറ്റ് പാർട്ടും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എഗെയിൻ സെപ്പറേറ്റ് പാർട്ടായിട്ടാണ് പഠിക്കുന്നത്. അതേ സിലബസിലെ ചെറിയൊരു പോർഷൻ എടുത്തുകൊണ്ട് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു സിംപ്ലൈസ്ഡ് സിലബസ് BBAയിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ സിമ്പിൾ പേപ്പറാണ് നമ്മൾ ഈ ഒരു സെമസ്റ്ററിൽ പരിചയപ്പെടാൻ പോകുന്നത്. ദെൻ ടെക്സ്റ്റ് വാങ്ങിക്കാൻ പറ്റുന്നവർ ടെക്സ്റ്റ് വാങ്ങിക്കാം. യൂണിവേഴ്സിറ്റി പബ്ലിക്കേഷൻസിൻ്റെ ബുക്സ് അവൈലബിൾ ആയിരിക്കും. അല്ലാത്തവർ നിർബന്ധമായും നോട്ട്സ് കീപ്പ് ചെയ്യണം. അത് ലൈൻസ് ഉള്ള ബുക്സ് യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. കാരണം യൂണിവേഴ്സിറ്റിക്ക് നമ്മൾ എക്സാം എഴുതുന്നത് പ്യുവർലി ലൈനുള്ള പേപ്പറിലായിരിക്കും. അപ്പോൾ ഒരു എക്സ്പീരിയൻസും കൂടി ആയിരിക്കും പ്രോബ്ലം പേപ്പർ എങ്ങനെ ഒരു ലൈനുള്ള പേപ്പറിൽ നമ്മൾ എക്സാമിനെ ഫേസ് ചെയ്യുക എന്നുള്ളത്. അപ്പം നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഒരു 200 പേജുള്ള ലൈനുള്ള ബുക്സ് വാങ്ങിക്കുക. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം തിയറി പാർട്ട് 30% ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ തിയറി പാർട്ട് പ്യുവർലി അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ. 5 മൊഡ്യൂളാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ. അപ്പോൾ അതിനകത്ത് എന്താണ് കോസ്റ്റ്, എന്താണ് കോസ്റ്റിംഗ്, എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ്. ദെൻ ആ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കിൻ്റെ ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് അടുത്ത 3 ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതായത് മെറ്റീരിയൽ, അതുപോലെ ലേബർ, ദെൻ ഓവർ ഹെഡ്, അതുപോലെ കോസ്റ്റിംഗ് മെത്തേഡ്സുകൾ. ഇങ്ങനെയാണ് 3 ചാപ്റ്റർ പിന്നീട് പെൻഡിങ്ങിൽ കിടക്കുന്നത്. ദെൻ ലാസ്റ്റ് ചാപ്റ്ററിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. അപ്പോൾ ആ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ കോസ്റ്റിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ആകുന്നു, അതുപോലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ആകുന്നു, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ആകുന്നു എന്നതിനെ കുറിച്ചാണ് ഡിസ്കഷന്. അതുപോലെ മാർജിനൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വാരിയബിൾ കോസ്റ്റാണ്. കോസ്റ്റ് എന്ത് ചെയ്യുന്നു, വാരി ചെയ്യുന്നു. അപ്പോൾ കോസ്റ്റ് വാരി ചെയ്യുമ്പോൾ ഒരു മാനേജ്മെൻറ്റ് എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടി വരിക എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ട്. ദെൻ വൺസ് മോർ ഓൾ ആർ വെൽക്കം ടു കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഫസ്റ്റ് ക്ലാസ്. ഇനി നമുക്ക് എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ളതിനെ പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ പറഞ്ഞു കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഇൻട്രൊഡക്ഷൻ പാർട്ട് ഫസ്റ്റ് മൊഡ്യൂള്. സെക്കൻഡ് മൊഡ്യൂള് മെറ്റീരിയലും ലേബറുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ തേർഡ് മൊഡ്യൂള് ഓവർ ഹെഡ്, അതുപോലെ കോസ്റ്റ് ഷീറ്റിൻ്റെ പ്രിപ്പറേഷന്. ദെൻ ഫോർത്ത് മൊഡ്യൂളിൽ കോസ്റ്റിങ്ങിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡുകൾ. ദെൻ ഫിഫ്ത്ത് മൊഡ്യൂളിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, എക്സ്പെഷ്യലി മാർജിനൽ കോസ്റ്റിംഗ് ഓർ വാരിയബിൾ കോസ്റ്റ്. അപ്പോൾ നമ്മൾ സിലബസിൻ്റെ ഒരു ഐഡിയ ഉണ്ടാക്കി കഴിഞ്ഞു. ഏതൊക്കെ മൊഡ്യൂളുകളാണ്, എന്തെല്ലാമാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. 70% പ്രോബ്ലംസും 30% തിയറിയുമാണ് എക്സാമിന് ചോദിക്കുക. അപ്പോൾ ബികോം ഗ്രാജുവേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു പേപ്പറാണ് കോസ്റ്റിങ്ങും അതുപോലെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. പഠിക്കുന്ന സമയം എന്തിനാണ് ഈ ടോപ്പിക്ക് പഠിക്കുന്നത്, ഈ ടോപ്പിക്ക് എവിടെയാണ് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ യൂസസ് എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളത് അറിഞ്ഞ് പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ തിയറി പാർട്ട് ബേസിക് ആയിട്ടുള്ള ഫാക്റ്റാണ്. അത് നിങ്ങൾ എന്തിരുന്നാലും പഠിച്ചിരിക്കണം. ആ ബേസിക് ഫാക്റ്റ് നിങ്ങളുടെ കൈവശം ഉണ്ടാകുമ്പോൾ
ഏത് പ്രോബ്ലംസും നിങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് പരിചയപ്പെടാം. കോസ്റ്റ് അക്കൗണ്ടിംഗ് ഇൻട്രൊഡക്ഷൻ. കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങും അതുപോലെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഒരു ചെറിയ പോർഷനുമാണ് ഈ ഒരു സിലബസിലൂടെ നമ്മൾ പഠിച്ചെടുക്കുന്നത്. നമുക്ക് നോക്കാം. കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ്? കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അക്കൗണ്ട്സിന്റെ ഡിഫറെന്റ് ബ്രാഞ്ചസ് ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ, അതായത് സെക്കൻഡ് സെമസ്റ്ററിൽ പരിചയപ്പെട്ടു. ദെൻ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് തേർഡ് സെമ്മിൽ പരിചയപ്പെട്ടു കഴിഞ്ഞു. കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഒരു പാർട്ടാണ്, ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്നുള്ളത്. ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ് ഫോർത്ത് സെമ്മിൽ പരിചയപ്പെടുന്നു. ദെൻ അതുപോലെ തന്നെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഒരു ചെറിയ പോർഷനും പരിചയപ്പെടുന്നു. ഓക്കെ, ഇതിൽ നമ്മൾ പഠിക്കുന്ന സമയം കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പൊ നമുക്കറിയാം അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. ദെൻ എന്താണ് കോസ്റ്റ്? സോ കോസ്റ്റ് എന്താണെന്ന് അറിയണം, കോസ്റ്റിംഗ് എന്താണെന്ന് അറിയണം, ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ്. ഓക്കെ, കോസ്റ്റ് എന്തിനാണ് കോസ്റ്റ് എന്ന് പറയുന്നത്, എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ, അതുപോലെ എന്താണ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്ത് പോവാം. ഇതിൽ എന്താണ് കോസ്റ്റിംഗിന്റെ മീനിങ്, അല്ലെങ്കിൽ എന്താണ് കോസ്റ്റിന്റെ മീനിങ്, അതുപോലെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ മീനിങ് എന്താണ് എന്നുള്ളത്. Then let's go. Meaning and definition of costing. First of all, costing. What do you mean by costing? Then define costing. Then എന്താണ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ, എങ്ങനെ ഒരു കോസ്റ്റിംഗ് എന്ന് പറയുന്ന ടേമിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. നമുക്കറിയാം എന്താണ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെലവാണ്, അല്ലെ? അപ്പൊ എങ്ങനെയാണ് ചെലവ് ഉണ്ടാവുക? ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആ കമ്പനിക്ക് ചെലവ് എന്ന് പറയുന്നത് അതിന്റെ പ്രൊഡക്ഷനാണ്. ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ ആ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഉണ്ടായിട്ടുള്ള എക്സ്പെൻസ്, അതിനെ നമ്മൾ കോസ്റ്റ് എന്ന് പറയും. ഇനി ആ ഉൽപ്പന്നം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു, ഇനി അത് മാർക്കറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? എക്സ്ചേഞ്ച് ചെയ്യണം. അപ്പോൾ ആ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയം ഉണ്ടാകുന്ന എക്സ്പെൻസ്, അതും എന്താണ്? കോസ്റ്റാണ്. ഓക്കെ, അതായത് ആ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ സെല്ലിംഗ് ഓപ്പറേഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്തു പോകും. ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്ത പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കിയിട്ട് സെല്ലിംഗ് പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നു. ആ ഒരു സമയം പ്രോഡക്റ്റിന് ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ആ ഒരു കമ്പനി മീറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞത്? ഇറ്റ് ഡീൽസ് വിത്ത് അസർടൈൻമെന്റ് ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓർ എനി സർവീസസ് റെൻഡേർഡ് ടു അതോറിറ്റീസ് ഓർ ടു ദ ജനറൽ കമ്മ്യൂണിറ്റീസ്. നമ്മൾ ജനറൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഔട്ട്സൈഡേഴ്സിന് വേണ്ടിയിട്ട് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയോ അതല്ലെങ്കിൽ ഒരു സർവീസ് റെൻഡർ ചെയ്ത് കൊടുക്കുകയോ ചെയ്യുമ്പോൾ അതിന് ഉണ്ടാവുന്ന കോസ്റ്റിന്റെ ആ ഒരു അസർടൈൻമെന്റിനെ ആണ് എന്ത് പറയുക? കോസ്റ്റിംഗ് എന്ന് പറയുക. കോസ്റ്റ് ഈസ് ദ ടോട്ടൽ എക്സ്പെൻസ്. അപ്പോൾ കോസ്റ്റ് എങ്ങനെ ഉണ്ടാവും? ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ടായിരിക്കും, വാരിയബിൾ കോസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് എത്രമാത്രം ഉണ്ടായി, വാരിയബിൾ കോസ്റ്റ് എത്രമാത്രം ഉണ്ടായി, ഇതിന്റെ കാൽക്കുലേഷൻ ആണ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് അസർടൈൻമെന്റ് ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ നടത്താനുണ്ടായിട്ടുള്ള കോസ്റ്റ് എത്രയാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു? ചെക്ക് ചെയ്യും. ദെൻ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. അപ്പോൾ പ്രൊഡക്ഷൻ ആവാം, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആവാം. അതിനാണ് എന്ത് പറയുക? കോസ്റ്റിംഗ് എന്ന് പറയും. ക്ലിയർ ആണോ? വളരെ സിമ്പിൾ ആണ്. കോസ്റ്റ് അസർടൈൻ ചെയ്യുക, അല്ലെങ്കിൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. എങ്ങനെയാണ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് സന്ദർഭത്തിലാണ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടാവുക? ഐദർ പ്രൊഡക്ഷൻ ഓർ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്.
ഒന്നുകിൽ നമ്മളൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് സെല്ലിംഗ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്ന സമയം നമുക്ക് എക്സ്പെൻസ് ഉണ്ടാവും. ആ എക്സ്പെൻസിന്റെ അല്ലെങ്കിൽ ആ കോസ്റ്റിന്റെ അസർടൈൻമെന്റിനാണ് എന്ത് പറയുക കോസ്റ്റിംഗ് എന്ന് പറയുക. ഡിഫൈൻ കോസ്റ്റിംഗ്. ഓക്കെ, ദി technique and process of ascertaining cost. Simple definition according to Institute of Cost and Management Accounting. അപ്പോൾ Institute of Cost and Management Accountingന്റെ നിർവചന പ്രകാരം കോസ്റ്റിംഗ് എന്ന് പറയുന്നത് the technique and process of ascertaining cost. ഇപ്പോൾ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ ടെക്നിക്സിനാണ് എന്ത് പറയുക കോസ്റ്റിംഗ് എന്ന് പറയുക. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ നമ്മൾ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്ന ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു ടെക്നിക്സ് ആണ് എന്ത് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞത്. നമ്മൾ അതിന്റെ മീനിങ്ങിന്റെ കാര്യത്തിൽ പറഞ്ഞു, ഒന്നെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആ കോസ്റ്റ് ഓഫ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഡക്റ്റ് ഓർ സർവീസസ്. ഇപ്പോൾ പ്രോഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ സെയിൽസ് നടത്തുക, അതുപോലെ അതിന്റെ പ്രൊഡക്ഷൻ പ്രോസസ്, ആ സമയത്തുണ്ടാകുന്ന അതിന്റെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യലാണ് എന്ന് പറഞ്ഞാൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞത്. സോ Institute of Cost and Management Accounting define costing as the technique and process of ascertaining cost. Is it clear? ഇപ്പോൾ 2 മാർക്സ് ഏരിയയിൽ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ കോസ്റ്റിംഗ്, അതല്ലെങ്കിൽ വാട്ട് ഡു യു മീൻ ബൈ കോസ്റ്റിംഗ്. അപ്പോൾ ഇതിനകത്ത് മാനുഫാക്ചർ ചെയ്യുന്ന സമയം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നടത്തുന്ന സമയം അല്ലെങ്കിൽ സെല്ലിംഗ് നടത്തുമ്പോൾ ഡിസ്ട്രിബ്യൂഷൻ നടത്തുമ്പോൾ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് നടത്തുന്ന സമയത്ത് ആ ഒരു പ്രോഡക്റ്റിന് അല്ലെങ്കിൽ സർവീസിന് ഉണ്ടാകുന്ന കോസ്റ്റിനെ ആണ് എന്ത് പറയുക കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ലെറ്റ്സ് ഗോ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ്. ദെൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് കോസ്റ്റ്. ദെൻ എന്തൊക്കെ മെത്തേഡുകളാണ് കോസ്റ്റിംഗിൽ യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ എന്താണ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടെക്നിക് ആൻഡ് പ്രോസസ് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ്. കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നതിനുള്ള പ്രോസസ് അല്ലെങ്കിൽ ടെക്നിക്സിനെ ആണ് എന്ത് പറയുക കോസ്റ്റിംഗ് എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെ ഈ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്സുകൾ ഏതെല്ലാമാണ് അല്ലെങ്കിൽ ആ വ്യത്യസ്ത തരത്തിലുള്ള പ്രോസസ് ഏതെല്ലാമാണ് അതിനെയാണ് എന്ത് പറയുക മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറയുക. നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് ടെക്നിക്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് പ്രോസസ് ഫോളോ ചെയ്തുകൊണ്ട് കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നതിനെയാണ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡിഫറെന്റ് ടെക്നിക്സ് അല്ലെങ്കിൽ ആ ഡിഫറെന്റ് പ്രോസസ് അതാണ് എന്ത് പറയുന്നത് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ the methods to be used for the ascertainment of cost of production differ from industry to industry or firm to firm. ഉറപ്പാണ് ഒരു ഫേമിന്റെ നേച്ചർ ആയിരിക്കില്ല അടുത്ത ഫേമിന് ഉണ്ടാവുക, ഒരു ഇൻഡസ്ട്രീന്റെ നേച്ചർ അല്ല അടുത്ത ഇൻഡസ്ട്രിക്ക് ഉണ്ടാവുക. അപ്പോൾ ഇൻഡസ്ട്രി ടു ഇൻഡസ്ട്രി ഓർ ഫേം ടു ഫേമില് ഈ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ഓഫ് പ്രോസസ്സിന് എന്തായിരിക്കും വേരിയേഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഡിഫറെന്റ് തരത്തിലുള്ള മെത്തേഡ്സ് ഉള്ളത് കൊണ്ട് ഓരോ ഫേമിന്റെ അല്ലെങ്കിൽ ഓരോ ഇൻഡസ്ട്രീസിന്റെ നേച്ചർ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻസിന്റെ നേച്ചർ അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന പ്രൊഡക്ഷൻസിന്റെ മെഷീനറീസിന്റെ അല്ലെങ്കിൽ പ്രൊഡക്ഷന്റെ ഇൻവോൾവ്മെന്റ് എന്തൊക്കെയാണോ അതിനെ ബേസ് ചെയ്തുകൊണ്ട് അവർ ഫോളോ ചെയ്യുന്ന കോസ്റ്റിംഗിന്റെ മെത്തേഡ്സിന് അല്ലെങ്കിൽ ടെക്നിക്സിന് എന്തുണ്ടാവും വേരിയേഷൻസ് ഉണ്ടാവും. ദെൻ ഡിപ്പെൻഡ്സ് ഓൺ ദ മാനുഫാക്ചറിങ് പ്രോസസ്. അപ്പോൾ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്സ് ആൻഡ് മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് ഡിപ്പാർട്ട്മെന്റൽ ആൻഡ് ഫിനിഷ്ഡ് പ്രോഡക്ട്സ്. ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഔട്ട്പുട്ട്, അപ്പോൾ ഔട്ട്പുട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് അതല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസിലുള്ള കാൽക്കുലേഷൻസിന്റെ ബേസിൽ, അപ്പോൾ ഡിപ്പാർട്ട്മെന്റിന്റെ വൈസിലുള്ള എക്സ്പെൻഡിച്ചറിനെ ബേസ് ചെയ്തുകൊണ്ടാവാം, അല്ലെങ്കിൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിനെ ബേസ് ചെയ്തുകൊണ്ടാവാം, അതല്ലെങ്കിൽ അതിന്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആവാം, അതായത് ഇതിന്റെ പ്രൊഡക്ഷൻസിന്റെ എക്സ്പെൻസ് ബേസ് ചെയ്തുകൊണ്ടാവാം. ഈ ഏത് പറയുന്ന രീതിയും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാൻ പറ്റും. അതിനെ ആണ് കോസ്റ്റിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ജനറലി 2 ടൈപ്സ് ഓഫ് മെത്തേഡ് ആണ് ഫോളോ ചെയ്യാറുള്ളത്. കോസ്റ്റിംഗിൽ യൂസ് ചെയ്യുന്ന മേജർ 2 മെത്തേഡ്സ് എന്ന് പറയുന്നത് സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് ആണ്.
സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ്, നമ്പർ 1. ദെൻ നമ്പർ 2 ഓപ്പറേഷൻ കോസ്റ്റിംഗ്. ഇപ്പോൾ സ്പെസിഫിക് ഓർഡർ, ഒരു ഓർഡറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ജോബിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്, ഒരു കോൺട്രാക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്, ഒരു ടാസ്കിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. that are called specific order costing. അപ്പൊ ആ ഒരു വർക്കിനെ, അല്ലെങ്കിൽ ആ ഒരു ജോബിനെ, അല്ലെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റിനെ, അല്ലെങ്കിൽ ആ ഒരു ടാസ്കിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കോസ്റ്റ് അസൈൻ ചെയ്യുന്നതിനെ സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് എന്ന് പറയും. ക്ലിയർ? ദെൻ സെക്കൻഡ് പാർട്ടിൽ എന്താ പറയുന്നത്? ഓപ്പറേഷൻ കോസ്റ്റിംഗ്. അപ്പൊ അതിന്റെ പ്രോസസ്, മാനുഫാക്ചറിങ്ങിന് ഉപയോഗിച്ചിട്ടുള്ള ടെക്നിക്സ് അല്ലെങ്കിൽ ആക്ച്വൽ യൂസ് ചെയ്തിട്ടുള്ള പ്രോസസ്, അതിൽ എത്ര മെറ്റീരിയൽ ഇൻവോൾവ് ആയി, എത്ര ലാബേഴ്സ് ഇൻവോൾവ് ആയി, എത്ര ഓവർഹെഡ് ഇൻവോൾവ് ആയി, ഏത് പ്രോസസ്സ് അല്ലെങ്കിൽ ഏത് ടെക്നിക്സ് ആണ് പ്രൊഡക്ഷൻസിന് വേണ്ടി ഉപയോഗിച്ചത്, എന്ത് പ്രോസസ് ആണ് അവിടെ ഇൻവോൾവ് ആയിട്ടുള്ളത്, അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുന്നതിനെ ആണ് ഓപ്പറേഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മേജർലി 2 മെത്തേഡ്സ് ആണ് ഫോളോ ചെയ്യുന്നത്. ഫസ്റ്റ് മെത്തേഡ് സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗും, സെക്കൻഡ് മെത്തേഡ് ഓപ്പറേഷൻ കോസ്റ്റിംഗ്. ക്ലിയർ അല്ലേ? ദെൻ സ്പെസിഫിക് ഓർഡർ കോസ്റ്റിനെ നമ്മൾ വീണ്ടും സബ് ഡിവൈഡ് ചെയ്യും. അതിലെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ജോബ് കോസ്റ്റിംഗ്, കോൺട്രാക്ട് കോസ്റ്റിംഗ് ആൻഡ് ബാച്ച് കോസ്റ്റിംഗ്. നമ്മൾ പറഞ്ഞു, ഒരു ജോബിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്, ഒരു കോൺട്രാക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്, ഒരു ബാച്ചിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കോസ്റ്റ് അസൈൻ ചെയ്യുന്നുവെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ന് പറയുക സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ്. അപ്പോൾ സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗിന്റെ ഡിഫറെന്റ് ലെവൽസ് ആണ് ഏതൊക്കെ? ജോബ് കോസ്റ്റിംഗ്, കോൺട്രാക്ട് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറയും. നമുക്ക് നോക്കാം എന്താണ് ജോബ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. ജോബ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് ജോബ് കോസ്റ്റിംഗിന് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഓക്കെ, കോസ്റ്റ് ആർ കളക്റ്റഡ് ആൻഡ് അക്യുമുലേറ്റഡ് ഫോർ ഈച്ച് ജോബ്, ഈച്ച് വർക്ക് ഓർഡർ ഓർ പ്രൊജക്ട് സെപ്പറേറ്റ്ലി. ഇപ്പൊ സെപ്പറേറ്റ് ആയിട്ട് ഓരോ പ്രൊജക്റ്റിന്, അല്ലെങ്കിൽ ഓരോ വർക്കിന്റെ ഓർഡറിന്, അല്ലെങ്കിൽ ഓരോ ജോബിന് എന്താണ് ഉണ്ടായിട്ടുള്ള കോസ്റ്റ് അത് കളക്ട് ചെയ്യുക, ദെൻ അക്യുമുലേറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് ഓരോ ജോബിന്, ഓരോ കോൺട്രാക്റ്റിന്, അല്ലെങ്കിൽ ഓരോ പ്രൊജക്റ്റിന്, അല്ലെങ്കിൽ ഒരു ഓർഡർ, ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ഓർഡർ എത്രമാത്രം കോസ്റ്റ് ഉണ്ടായി എന്ന് ചെക്ക് ചെയ്യലാണ് ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു, കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ ടെക്നിക്സ് ആൻഡ് പ്രോസസ് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ്. കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഉണ്ടായിരിക്കും? വേരിയബിൾ കോസ്റ്റ് ഉണ്ടായിരിക്കും, ഫിക്സഡ് കോസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കോസ്റ്റിന്റെ അളവ് ഒരു ജോബിന്, ഒരു പ്രൊജക്റ്റിന്, അല്ലെങ്കിൽ ഒരു വർക്ക് ഓർഡർ കംപ്ലീറ്റ് ചെയ്യുന്നതിന് എന്ത് കോസ്റ്റ് ആണ് ഉണ്ടായിട്ടുള്ളത് അത് കളക്ട് ചെയ്യലും അത് അക്യുമുലേറ്റ് ചെയ്യലുമാണ് ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഓരോ ജോബിനും സ്പെസിഫിക് ആയിട്ടുള്ള കാർഡ് ഇഷ്യൂ ചെയ്യും, സെപ്പറേറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യും. എ ജോബ് കാർഡ് ഈസ് പ്രിപ്പയർഡ് ഫോർ ഈച്ച് ജോബ് ഫോർ കോസ്റ്റ് അക്കോമഡേഷൻ. അപ്പൊ ഓരോ കാർഡ് ഓരോ ജോബിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അസൈൻ ചെയ്ത് കൊടുക്കും. അതിന്റെ മെറ്റീരിയൽ യൂസ് ചെയ്തത്, അതിന്റെ മെഷീനറീസ് യൂസ് ചെയ്തത്, അതിന് ലാബേഴ്സ് ഇൻവോൾവ് ആയത്, അതിന് എത്ര ഓവർ ഹെഡ് യൂസ് ചെയ്തിട്ടുള്ളത്, ഈ പറയുന്ന ഓരോ ഫാക്ടർ സെപ്പറേറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ഇതാണ് ജോബ് കോസ്റ്റ്. അപ്പോൾ ഏത് കണ്ടീഷനിലെ അല്ലെങ്കിൽ ഏത് യൂണിറ്റുകളാണ് ജോബ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത്? ആരൊക്കെ ആയിരിക്കും? പ്രിന്റേഴ്സ് മാനുഫാക്ചർ ചെയ്യുന്നത്. പ്രിന്റർ നമുക്കറിയാം, ഒത്തിരി ഡിഫറെന്റ് വേർഷൻസ് ഓഫ് പ്രിന്റർ അവൈലബിൾ ആണ്. അപ്പോൾ പ്രിന്റേഴ്സ് മാനുഫാക്ചർ ചെയ്യുന്നവർ എന്ത് ചെയ്യും? ജോബ് കോസ്റ്റിംഗ് ഫോളോ ചെയ്യും. അതുപോലെ മെഷീൻ ടൂൾസ് മാനുഫാക്ചർ ചെയ്യും. ഇപ്പോൾ വലിയ ഹെവി മെഷീനറീസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ടൂൾസ് മാനുഫാക്ചർ ചെയ്യുന്നവർ എന്ത് ചെയ്യും? ജോബ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യാറുണ്ട്. ജനറൽ എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്സ്, അപ്പോൾ എഞ്ചിനീയറിംഗിൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പുകളിലൊക്കെ ജോബ് കോസ്റ്റിംഗ് ആണ് അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഒരു റിപ്പയർ വർക്ക്സ്, അപ്പൊ ആ ഒരു റിപ്പയർ വർക്ക്സ് ഇപ്പോൾ ഒരാളുടെ വെഹിക്കിളിന്റെ റിപ്പയർ ആയിരിക്കില്ല അടുത്ത ആളുടെ വെഹിക്കിളിന്റെ റിപ്പയർ ഉണ്ടാവുക. ഓക്കെ, ഇപ്പോൾ റിപ്പയർ ചാർജ് നമ്മളോട് ഡിഫറെന്റ് ആയിട്ടാണല്ലോ കളക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് ഉണ്ടായിട്ടുള്ള റിപ്പയറിംഗ് അല്ല അടുത്ത ആൾക്ക് ഉണ്ടായിട്ടുണ്ടാവുക. അപ്പൊ അവിടെ എന്തുണ്ട്? ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പൊ ഓരോ ജോബിന് അല്ലെങ്കിൽ ഓരോ ടാസ്കിന് അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഉണ്ടായിട്ടുള്ള കോസ്റ്റ് അക്യുമുലേറ്റ് ചെയ്യലാണ് ജോബ് കോസ്റ്റ്. ക്ലിയർ?
Then what is contract costing? എന്താണ് കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്? എപ്പോഴാണ് നമ്മൾ കോൺട്രാക്ട് എടുക്കുക? നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും, ബിൽഡിങ്ങിന്റെ കോൺട്രാക്ട് എടുത്തു, എന്താണ് അയാൾക്ക് ജോലി നൽകുക, അയാൾ കോൺട്രാക്ടറാണ്. അപ്പോൾ അയാൾ കോൺട്രാക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ വലിയൊരു ബിഗ് ബിൽഡിങ്ങിന്റെ അല്ലെങ്കിൽ ഒരു ബിഗ് ജോബ് അയാൾ എന്ത് ചെയ്തു, ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാണ്. ആ ബിഗ് നേച്ചർ അനുസരിച്ച് കൊണ്ട് തന്നെ ഒരുപാട് ടൈമും അതിന് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. സോ when the job is big and spread over a long period of time, the method of contract costing is used. അപ്പോൾ നമ്മളെ ബിൽഡിങ്ങിന്റെ വർക്ക് അല്ലെങ്കിൽ ഒരു വീടിന്റെ വർക്ക്, അപ്പോൾ നമ്മളൊക്കെ വീട് ഇന്നോവേഷൻ നടത്തുമ്പോൾ അല്ലെങ്കിൽ പുതിയത് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കോൺട്രാക്ടേഴ്സിന് എഞ്ചിനീയേഴ്സിനൊക്കെ കണ്ടിട്ട് അവർക്ക് കോൺട്രാക്ട് കൊടുക്കും ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവരോട് നമ്മളൊരു ടൈം സ്പെസിഫൈ ചെയ്യും, അല്ലെങ്കിൽ മെറ്റീരിയൽസിന്റെ കാര്യം, അവർക്ക് ഫുഡിന്റെ കാര്യം, ഇങ്ങനെയുള്ള എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അതിനകത്ത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കും. അപ്പോൾ ആ വർക്ക് തീരാൻ വേണ്ടി കുറച്ച് സമയം ആവശ്യമാണ്. ദാറ്റ് മീൻസ് അതിന്റെ ഫൗണ്ടേഷൻ വർക്ക് മുതൽ അതിന്റെ റൂഫ്, പെയിന്റിങ്, ഇങ്ങനെ കണ്ട എല്ലാ ഇവന്റും കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ആവശ്യമാണ്. അത്തരത്തിലുള്ള ഒരു സ്പെസിഫിക് വർക്കിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു അസൈൻമെന്റിന് വേണ്ടിയിട്ടാണ് കോൺട്രാക്ട് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യാറ്. അപ്പൊ നമ്മൾ പറഞ്ഞു, ജോബ് കോസ്റ്റിംഗിൽ ഓരോ ജോബിന് സെപ്പറേറ്റ് ജോബ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നു. ദെൻ കോൺട്രാക്ട് കോസ്റ്റിൽ എന്താ നടക്കുക, എ സെപ്പറേറ്റ് അക്കൗണ്ട് ഈസ് കെപ്റ്റ് ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ കോൺട്രാക്ട്. ഓക്കെ, അപ്പോൾ ഓരോ കോൺട്രാക്ട് വരുന്ന സമയവും കോൺട്രാക്ടർ എന്ത് ചെയ്യും, സെപ്പറേറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഇപ്പൊ ബിൽഡിംഗ്, സിവിൽ എഞ്ചിനീയേഴ്സ്, ദെൻ കൺസ്ട്രക്ഷൻ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫോംസ്. ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ജനറൽ എഞ്ചിനീയറിംഗ് ജോബ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നു. ദെൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കോൺട്രാക്ട് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നു. ദെൻ ബിൽഡേഴ്സ്, ഇപ്പോൾ നമുക്കറിയാം ഹൈലൈറ്റ് ബിൽഡേഴ്സ്. ഓക്കെ, അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കോൺട്രാക്ട് കോസ്റ്റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം ഒരുപാട് ബിൽഡിംഗ് ടീമുകളുണ്ട് കോൺട്രാക്ട് എടുത്തുകൊണ്ട് ബിൽഡിംഗ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ്സ് ഇവരൊക്കെ എന്ത് ചെയ്യുന്നു, കോൺട്രാക്ട് കോസ്റ്റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജോബ് കോസ്റ്റിംഗ് എന്താണെന്നും കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്താണെന്നുള്ളത് ക്ലിയർ ആയല്ലോ. ഇത് ഒരു ലോങ് പീരിയഡ് ഓഫ് ടൈം അല്ലെങ്കിൽ ഒരു ബിഗ് ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോൺട്രാക്ട് കോസ്റ്റ് യൂസ് ചെയ്യുന്നത്. വൈൽ ജോബ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ജോബ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഓർഡർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജോബ് കോസ്റ്റിംഗ്. ഇതിൽ ജോബ് കാർഡാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇതിനകത്ത് സെപ്പറേറ്റ് അക്കൗണ്ട് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓപ്പൺ ചെയ്തു പോകുന്നത്. കാരണം ഓരോ കോൺട്രാക്റ്റിനും ഓരോ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. Then third method, batch costing. Batch costing is the subdivision of specific order costing. Okay, then what is a batch costing? Then it is an extension of job costing. Job costing ന്റെ ഒരു എക്സ്റ്റൻഡഡ് ഫോം ആണ് ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇത് മൂന്ന് വേർഷനും എന്താണ്, സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗിന്റെ സബ്വേർഡിംഗ് ആണ്. ദെൻ ജോബ് കോസ്റ്റിംഗിന്റെ ഒരു എക്സ്റ്റൻഡഡ് ഫോം ആണ് ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. A batch may represent a number of small orders. ഒരു ബാച്ചിൽ നമ്പർ ഓഫ് സ്മോൾ ഓർഡേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നു, പാസ്ഡ് ത്രൂ ദ ഫാക്ടറി ഇൻ ബാച്ച്. ഓക്കെ, അപ്പോൾ ഇതൊരു സ്പെസിഫിക് ഓർഡർ കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജോബ് കോസ്റ്റിംഗ് എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത്. ദെൻ ബാച്ച് കോസ്റ്റിംഗ് എന്താണ്, ജോബ് കോസ്റ്റിംഗിന്റെ എക്സ്റ്റൻഡഡ് ഫോം ആണ്. ദാറ്റ് മീൻസ് എ ബാച്ച് മേ റെപ്രസെന്റ് എ നമ്പർ ഓഫ് സ്മോൾ ഓർഡേഴ്സ്. ഒരു ബാച്ച് പ്രൊഡ്യൂസ് ചെയ്തു, ഒരു ബാച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് പറയുന്നത് അതിനകത്ത് ഒരുപാട് എന്തുണ്ടായിരിക്കും, സ്മോൾ ഓർഡേഴ്സിന്റെ കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കും. ദെൻ പാസ് ത്രൂ ദി ഫാക്ടറി ഇൻ ബാച്ച്. അപ്പോൾ അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബാച്ചസിന്റെ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യലാണ് ഏത്, ബാച്ച് കോസ്റ്റിംഗ്. അപ്പോൾ ആ ഒരു കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യലാണ് എങ്ങനെ എന്ത് പറഞ്ഞാൽ ബാച്ച് കോസ്റ്റിംഗ് ഉണ്ട്. ഇനി എങ്ങനെയാണ് ബാച്ച് കോസ്റ്റിംഗിൽ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നത്? The cost per unit is determined. ഇതിനകത്ത് കോസ്റ്റ് പെർ യൂണിറ്റ് അല്ലെങ്കിൽ പെർ പ്രോഡക്റ്റ് എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. സോ the cost per unit is determined by dividing the cost of the batch by the number of unit produced in a batch. Okay, അതായത്
എത്ര ബാച്ച് ആണോ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആ ഓരോ ബാച്ചിലും കൂടെ ടോട്ടൽ എത്ര പ്രോഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ബാച്ച് കോസ്റ്റിങ്ങിൽ പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുണ്ടായ കോസ്റ്റ്, അതാണ് പെർ യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പെർ യൂണിറ്റ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബാച്ച് കോസ്റ്റിങ്ങിൽ എന്ത് ചെയ്യുന്നു? ബൈ ഡിവൈഡിങ് ദ കോസ്റ്റ് ഓഫ് ദ ബാച്ച്. അപ്പോൾ ഒരു ബാച്ചിന് ഉണ്ടായിട്ടുള്ള കോസ്റ്റ് ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ ബാച്ച്. ഒരു ബാച്ചിലൂടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വിൽ ഗെറ്റ് ദ പെർ യൂണിറ്റ് കോസ്റ്റ് അണ്ടർ ബാച്ച് കോസ്റ്റ്. ക്ലിയർ അല്ലേ? ഇപ്പോൾ ബിസ്ക്കറ്റ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനീസ് അല്ലെങ്കിൽ യൂണിറ്റ്സ് അവർ അപ്ലൈ ചെയ്യുന്നത് ബാച്ച് കോസ്റ്റിംഗ് ആണ്. നമുക്കറിയാം ഒത്തിരി ബിസ്ക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ബിസ്ക്കറ്റൊക്കെ ഓരോ ബാച്ച് ആയിട്ടാണ്. അങ്ങനെ എത്ര ബിസ്ക്കറ്റ് ഒരു കമ്പനി ഒരു ഡേയിൽ അല്ലെങ്കിൽ ഒരു വീക്കിൽ പ്രൊഡ്യൂസ് ചെയ്തു അല്ലെങ്കിൽ ഒരു ഇയറിൽ പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുക. അതുപോലെ ഗാർമെന്റ്സ് മാനുഫാക്ചർ, ദെൻ സ്പെയർ പാർട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നവർ, ഇവരൊക്കെ അപ്ലൈ ചെയ്യുന്നത് ബാച്ച് കോസ്റ്റിംഗ് ആണ്. ക്ലിയർ അല്ലേ? ദെൻ ഫോർത്ത് മെത്തേഡ് പ്രോസസ് കോസ്റ്റിംഗ്. ഫോർത്ത് മെത്തേഡാണ് പ്രോസസ് കോസ്റ്റിംഗ്. പ്രോസസ് കോസ്റ്റിംഗ് ഈസ് ദ ഫോം ഓഫ് ഓപ്പറേഷൻ കോസ്റ്റിംഗ്. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് 3 പാർട്ട് സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് ആണ്. ദെൻ റിമൈനിങ് പാർട്ട് എന്താണ്? ഓപ്പറേഷൻ കോസ്റ്റിംഗ് ആണ്. അപ്പോൾ ഓപ്പറേഷൻ കോസ്റ്റിംഗിന്റെ ഒരു സബ്ഹെഡിംഗ് ആണ് ഇത് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദ കോസ്റ്റ് ഓഫ് പ്രോഡക്റ്റ് അറ്റ് ഈച്ച് പ്രോസസ് ഓർ സ്റ്റേജ് ഓഫ് മാനുഫാക്ചർ. അപ്പോൾ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് സ്റ്റേജ് അല്ലെങ്കിൽ ഡിഫറെന്റ് പ്രോസസ്, അതിന്റെ കോസ്റ്റ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓരോ ഓപ്പറേഷൻസും നടക്കുമ്പോൾ, ഓക്കെ, ഓരോ ഓപ്പറേഷൻസ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യലാണ് പ്രോസസ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രോഡക്റ്റിന്റെ വിത്ത് ഓർ വിത്തൗട്ട് ബൈ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാം. ഒരേ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്. സെയിം മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് ഡിഫറെന്റ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു പോകുന്നു. കൺവീൻസ് അതിന്റെ ക്വാളിറ്റിയിൽ ചെറിയ വ്യതിയാനങ്ങൾ മേ ഓർ മേ നോട്ട് ബി ബൈ പ്രോഡക്റ്റ്. ബൈ പ്രോഡക്റ്റ് ഉണ്ടാവുകയോ ഉണ്ടാവാതിരിക്കുകയോ ആവാം. അങ്ങനെ കണ്ട പ്രൊഡക്ഷൻ നടക്കുമ്പോൾ ഓരോ സ്റ്റേജിലും ഉണ്ടാകുന്ന എക്സ്പെൻഡിച്ചറിനെയാണ് ഇവിടെ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുന്നത്. ആ എക്സ്പെൻഡിച്ചർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രോസസ് കോസ്റ്റ്. അതായത് ഓരോ പ്രോസസ്സും അപ്ലൈ ചെയ്യും. ഇപ്പോൾ മേജർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു റോ മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഇതിനകത്ത് ഉണ്ടാവാം. ഓക്കെ, ഇപ്പൊ നമ്മളൊരു ടേബിള് മാനുഫാക്ചർ ചെയ്യാന്ന് കരുതും. അപ്പൊ ആ ടേബിൾ ഉണ്ടാക്കുന്ന സമയം ആ ടേബിളിന് വുഡ് എന്ന് പറയുന്ന മെറ്റീരിയൽസ് വേണം. അപ്പൊ ആ വുഡിനെ നമ്മൾ സോമില്ലിൽ കൊണ്ടുപോയിട്ട് അതിന്റെ മെറ്റീരിയൽസ് ആക്കി മാറ്റുന്ന സമയം ഒരുപാട് പാർട്സ് അവൈലബിൾ ആണ്. ഈ പാർട്സ് യൂസ് ചെയ്തിട്ട് വേണം ഈ ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ആ ടേബിൾ എന്ന് പറയുന്ന കോൺസെപ്റ്റിന്റെ ഡിഫറെന്റ് മെറ്റീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ എന്തുപയോഗിച്ചു? ഈ സോമില്ലിൽ ഈ വുഡ് നമ്മൾ യൂട്ടിലൈസ് ചെയ്തു. ക്ലിയർ ആണല്ലോ? അപ്പൊ ആ സോമില്ലിൽ കൊണ്ടുപോയ സമയം ഉണ്ടായിട്ടുള്ള പ്രോസസ്. അപ്പൊ ഓരോ സ്റ്റേജിലും ഉണ്ടാകുന്ന കോസ്റ്റ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ടേബിൾ ആവാൻ വേണ്ടി വുഡ് കട്ട് ചെയ്യുന്ന കോസ്റ്റ്, അത് കട്ട് ചെയ്തു ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ട് സോമില്ലിൽ എത്തിച്ചു. സോമില്ലിൽ നിന്ന് നമുക്ക് ടേബിളിന്റെ പ്രോഡക്റ്റ് മെറ്റീരിയൽ ആക്കാൻ വേണ്ടിയിട്ടുള്ള കൺവേർഷൻ നടത്തിയപ്പോഴുള്ള കോസ്റ്റ്. അപ്പൊ ഓരോ പ്രോസസ്സും അല്ലെങ്കിൽ ഓരോ സ്റ്റേജിലും ഉണ്ടായിട്ടുള്ള കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യലാണ് ഏത്? പ്രോസസ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് ഇവർ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ കെമിക്കൽ ഇൻഡസ്ട്രീസ്, പേപ്പർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ എന്താണ് യൂസ് ചെയ്യുന്നത്? പ്രോസസ് കോസ്റ്റിംഗ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ദെൻ യൂണിറ്റ് ഓർ ഔട്ട്പുട്ട് കോസ്റ്റ്. എന്താണ് യൂണിറ്റ് ഓർ ഔട്ട്പുട്ട് കോസ്റ്റ്? ആൻസർ ഇതിനകത്ത് തന്നെ ഉണ്ട്. എന്താണ്? ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്, യൂണിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കോസ്റ്റ് അസൈൻ ചെയ്യും. ദാറ്റ് ഈസ് യൂണിറ്റ് ഓർ ഔട്ട്പുട്ട് കോസ്റ്റ്. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ industries where manufacture is continuous and unit and identical. ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ അതിന്റെ ഔട്ട്പുട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് ഡിഫറെന്റ് പ്രോഡക്റ്റ് ആയിട്ട് പോകും. ഇപ്പോൾ നമുക്കറിയാം കോറീസ്, അതുപോലെ മൈൻസ്, ഇവരൊക്കെ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് അല്ലെങ്കിൽ പ്രോസസ് ആണ് യൂണിറ്റ് ഓർ ഔട്ട്പുട്ട് കോസ്റ്റ്. ഇപ്പോൾ ഒരു കോറിയിൽ ഇപ്പോൾ പോയിട്ട് സ്റ്റോൺ കട്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ആ സ്റ്റോണിന്റെ ഡിഫറെന്റ് വേർഷൻസ് ഉണ്ട്.
ആ ഡിഫറെന്റ് വേർഷൻസിന്റെ ചാർജ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ലെവലിലാണ്. പക്ഷെ അതിന്റെ പ്രോസസ് ഒന്നേ നടന്നിട്ടുള്ളൂ. എന്താണ്? അവിടെ എക്സ്പ്ലോയിറ്റേഷൻ നടത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു എക്സ്പ്ലോസീവ് നേച്ചർ കമ്മിറ്റ് ചെയ്തിട്ടാണ് ഈ പറയുന്ന കോറീസിൽ നിന്നും സ്റ്റോൺ നമ്മൾ ടേക്ക് ഓവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ടേക്ക് ഓവർ ചെയ്തിട്ടുള്ളതിന് വീണ്ടും ഡിഫറെന്റ് പാർട്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഡിവൈഡ് ചെയ്തുകൊണ്ട് സെല്ലിംഗ് പ്രോസസ്സ് കണ്ടക്ട് ചെയ്യും. അപ്പൊ മൈൻസ്, അതുപോലെ കോറീസ്, അതുപോലെ ഓയിൽ ഡ്രില്ലിങ്, ഇവരൊക്കെ യൂസ് ചെയ്യുന്നത് ഇതാണ്. അതുപോലെ ബ്രിക്സ് വർക്സ്, ബ്രിക്സ് ഉണ്ടാക്കാം, ഹോളോ ബ്രിക്സ്. ഇപ്പോൾ ഹോളോ ബ്രിക്സ് എന്ന് പറഞ്ഞാലൊക്കെ എന്താ, റോ മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് ബ്രിക്സ് അവിടെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പൊ ആ ബ്രിക്സ് എടുക്കുന്ന അല്ലെങ്കിൽ സ്റ്റോൺ ഉണ്ടാക്കുന്ന ഓരോ ഫീൽഡിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിലും അപ്ലൈ ചെയ്യുന്നത് യൂണിറ്റ് ഓർ ഔട്ട്പുട്ട്. അപ്പൊ നമ്മള് ഒരു 1000 ബ്രിക്സിന് ഇത്ര, ഒരു 100 ബ്രിക്സിന് ഇത്ര. അപ്പൊ ആ 100 ബ്രിക്സിന് ഒരു ബ്രിക്സിന് ഇത്ര രൂപ ചാർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ഔട്ട്പുട്ടിന്റെ വാല്യൂ അനുസരിച്ച് കൊണ്ട്, അപ്പൊ അതിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് കൊണ്ട് അതിന്റെ വാല്യൂസിന് എന്തുണ്ടാവും, മാറ്റങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ കുറെ കാലം കഴിഞ്ഞിട്ടാണ് ഈ ബ്രിക്സ് വിൽക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി കമ്പനി അല്ലെങ്കിൽ ആ ഒരു മാനുഫാക്ചർ എന്ത് ചെയ്യും, അതിന്റെ പ്രൈസ് കുറയ്ക്കും. ഓക്കെ, അപ്പൊ അവിടെ പ്രൊഡ്യൂസ് ചെയ്യാനുണ്ടായ കോസ്റ്റ് അല്ല അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അവിടെ എന്താ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ആ പ്രോഡക്റ്റ് സെയിൽ ചെയ്യുമ്പോൾ അതിന്റെ ഔട്ട്പുട്ടിന്റെ നേച്ചർ എന്താണോ അല്ലെങ്കിൽ ഔട്ട്പുട്ടിന്റെ ക്വാളിറ്റി എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അതിന്റെ കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഔട്ട്പുട്ട് ഓർ യൂണിറ്റ് കോസ്റ്റ്. നമുക്ക് നോക്കാം, സിക്സ്ത് മെത്തേഡാണ് സർവീസ് ഓർ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സർവീസ് ഓർ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. എന്താണ് സർവീസ് ഓർ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്? Then industries which renders services as distinct from those which manufacture goods. നമുക്കറിയാം, ഇപ്പോൾ ഒരു ട്രാൻസ്പോർട്ട്, ഇപ്പൊ നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്നു. അപ്പൊ നമുക്ക് അവിടെ കിട്ടുന്ന സർവീസ്, അപ്പൊ അവരുടെ ഒരു ടോട്ടൽ എക്സ്പെൻസ്, അപ്പൊ ആ വണ്ടി റൺ ചെയ്യുന്നതിനുണ്ടായിട്ടുള്ള ടോട്ടൽ എക്സ്പെൻസും അവിടെ എത്ര കിലോമീറ്റർ നമ്മൾ റൺ ചെയ്തോ അതിന് എത്ര കപ്പാസിറ്റി ആ വെഹിക്കിൾസിൻ്റെ യൂസ് ചെയ്തു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവിടെ ചാർജ് ചെയ്യുന്നത്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ, ഓക്കെ, അപ്പൊ ആ ഹോസ്പിറ്റലിൽ ഉണ്ടാക്കാനുണ്ടായ ചെലവ് പേഷ്യൻസിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റില്ല. അവിടെ എത്ര സർവീസ് ആണോ അയാൾക്ക് റെന്റ് ചെയ്ത് കിട്ടിയിട്ടുള്ളത് ആ സർവീസിന്റെ മേലെയാണ് എന്ത് ചെയ്യുക, കോസ്റ്റ് അറ്റാച്ച് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ സർവീസ്, ഹോസ്പിറ്റലുകൾ, ഹോട്ടലുകൾ, ട്രാൻസ്പോർട്ട്, ദെൻ പവർ സപ്ലൈ കമ്പനീസ്, ഇവരൊക്കെ ഫോളോ ചെയ്യുന്നത് ഏതാണ്, സർവീസ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. അപ്പൊ അവര് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും അവിടെ കോസ്റ്റ് എന്ത് ചെയ്യുക, ചാർജ് ചെയ്യും. അപ്പൊ നമുക്കറിയാം, പവർ സപ്ലൈ യൂണിറ്റ്, നമ്മുടെ വീട്ടിൽ പവർ എത്തിയിട്ടില്ലെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണ്ട, ക്യാഷ് അടക്കേണ്ടതില്ല. അപ്പൊ അവര് കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്തത് എത്രയാണ്, നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള സർവീസ് കൺസ്യൂം ചെയ്തിട്ടുള്ള എത്രയാണോ അതിനാണ് അതിന്റെ കോസ്റ്റ് ചാർജ് ചെയ്യുന്നത്. ആ ചാർജ് ചെയ്യുന്ന കോസ്റ്റിനാണ് നമ്മൾ കൊടുക്കുന്ന കറണ്ടിന്റെ ബില്ല് എമൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടയ്ക്കുന്നത്. ഓക്കെ, ദെൻ സെവൻത് വൺ, മൾട്ടിപ്പിൾ കോസ്റ്റിംഗ്. എന്താണ് മൾട്ടിപ്പിൾ കോസ്റ്റിംഗ്? മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് ഇസ് ദ കോമ്പിനേഷൻ ഓഫ് ടു ഓർ മോർ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ്. ഇപ്പൊ രണ്ടോ അതിലധികമോ മെത്തേഡുകൾ ഫോളോ ചെയ്തുകൊണ്ട് അപ്ലൈ ചെയ്യുന്ന കോസ്റ്റിംഗിനാണ് മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്.